മക്കത്തെ മുത്തിൻ ചരത്തിലായി ജന്നത്തിലെനിക്കൊന്ന് കൂടണം. സഹൃദരെ, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. കൽബുള്ളവരെ കരയിപ്പിക്കുന്ന കണ്ണീരിൽ ചാലിച്ച ഒരു കഥനകഥ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അടർക്കളത്തിലെ പഴക്കുതിര. അഹേദോന്റെ തിരുനാമം മൊളിണ്ടും കൊണ്ടി വീടുത്തിൽ അഹ്മദ് നബിയോരിൽ സലാമോരേറ്റ് കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലു ബൈത്തിൽ. പതിവിനെതിരായി ചിന്താഭാരവുമായാണ് മദീന ഉറക്കമുണർന്നത്. എന്തോ പന്തികേട് സംഭവിച്ചിട്ടുള്ളതുപോലെ, എന്തോ പ്രതികാര ദാഹമാണല്ലോ എല്ലാവരുടെയും സംസാരത്തിൽ പതിഞ്ഞു പൊങ്ങുന്നത്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ദേ അങ്ങോട്ട് നോക്കൂ. മസ്ജിദ് നബിയുടെ ഓരത്ത് ചിന്തയിലാണ്ടിരിക്കുന്നത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തന്നെയല്ലേ? പുണ്യനബിയുടെ എല്ലാമായിരുന്ന അബൂ ത്വാലിബിൻ്റെ പ്രിയപുത്രൻ ജഅഫർ, ധീരനും വീരനുമായ അലിയാർ തങ്ങളുടെ സഹോദരൻ. കണ്ടാൽ റസൂലാണെന്ന് തോന്നിപ്പോകും. അതേ മുഖം, അതേ കണ്ണുകൾ. വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം എടുത്താലിൽ ബസറയിൽ ചെന്നാരെ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിളിച്ചൊരു പൊന്നാരെ, അവരെ ശുറഹബി കൊന്നാരെ. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം എടുത്താൽ ബസറയിൽ ചെന്നാരെ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിളിച്ചൊരു പൊന്നാരെ, അവരെ ശുറഹബി കൊന്നാരെ. ആദരവായ ഹബീബിന്റെ വിശുദ്ധ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ ബസറയിൽ പ്രചരിപ്പിക്കാനെത്തിയ ഹാരിസ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ശുറൈബി എന്ന നീചൻ കൊന്നുകളഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഹാരിസ് ഒരിക്കലും നമ്മളിലേക്ക് മടങ്ങി വരില്ല. ഇല്ല, അവരെ ഞാൻ വെറുതെ വിടില്ല. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ഒരു പുലിക്കുട്ടിയെ പോലെ ചീറ്റി മദീനയിൽ യുദ്ധകാലം മുഴങ്ങാനിരിക്കുകയാണ്. സ്വഹാബത്തിന്റെ രക്തം തിളച്ചു മറിയുന്നു. 3000-ഓളം വരുന്ന രണവീരന്മാർ റസൂലുള്ളാഹിയുടെ വാക്കുകൾക്ക് കാതോർക്കുകയാണ്. എന്തായിരിക്കും റസൂൽ അവരോട് പറഞ്ഞത്? തിരുത്വാഹ നബിയുള്ളാന്റെ മറയിൽ സ്വഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാൻ അഖിലവും ത്യജിച്ചുള്ളോരേ. തിരുത്വാഹ നബിയുള്ളാന്റെ മറയിൽ സ്വഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാൻ അഖിലവും ത്യജിച്ചുള്ളോരേ. സെയ്ദ് ബിൻ ഹാരിസ് മുന്നിൽ നിന്ന്, ജഅഫറും അബ്ദുള്ള പിന്നിൽ ചെന്ന്, ഇടുതിയിൽ അടരാടും ഇന്നിത ചെന്നിടാൻ ഫിർദൗസിൽ കനിയണം റഹീമായോനേ. ചേലോടെ ദീനിനെ നിർത്തണം റഹീമായോനേ. തിരുത്വാഹ നബിയുള്ളാന്റെ മറയിൽ സ്വഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാൻ അഖിലവും ത്യജിച്ചുള്ളോരേ. വല്ലതും സംഭവിച്ചാൽ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കാം. പരിശുദ്ധമായ ദീനിന് കാവൽ നിൽക്കാൻ ഹബീബായ റസൂലുള്ളാഹി എന്നെ ഏൽപ്പിച്ചുവല്ലോ. അൽഹംദുലില്ലാഹ്. എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം. തൻ്റെ പ്രിയതമയോട് വിട ചോദിക്കണം. എൻ്റെ അസ്മ, അതെ, അവൾ പാവമാണ്. ജീവിതത്തിൻ്റെ വസന്തരാവുകൾ അവൾ അനുഭവിച്ചിട്ടില്ല. എൻ്റെ പൊന്നുമോൻ, റബ്ബേ,
ഒരു ദിവാസ്വപ്നം പോലെ എല്ലാം അസ്തമിച്ചൊടുങ്ങുകയാണോ? അവർക്കിനി ആരാണ് തമ്പുരാനെ? ഒരുക്കുന്ന കണ്ണുകളോടെ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുകയാണ്. എല്ലാം കണ്ണും കേട്ടും അസ്മാ ബീവി പടിവാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം അവരെ മാറോടണച്ചു വിളിച്ചു, മോളെ അസ്മാ, ഞാൻ പോയി വരട്ടെ. നാളെ റബ്ബിൻ്റെ സ്വർഗലോകത്ത് വെച്ച് നമുക്കൊരുമിച്ച് കൂടാം. ആ നയനങ്ങൾ നയാഗ്ര വെള്ളച്ചാട്ടം പോലെ നിറഞ്ഞൊഴുകി. കണ്ണുനീർ തുള്ളികൾ തുളച്ചുകൊണ്ട് തൻ്റെ പടകുതിരപ്പുറത്തേക്ക് ചാടിക്കയറാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ പിന്നിൽ നിന്നും ഒരു വിളി, ഉപ്പാ! അദ്ദേഹം തൻ്റെ പിഞ്ചോമനെ വാരിപ്പുണർന്നു. എല്ലാം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ തൻ്റെ പടവാൾ കയ്യിൽ കൊടുത്ത് ആ ധീരവനിത പറയുകയാണ്, പോണം പ്രിയനേ നീ അടർക്കളത്തിൽ, പടച്ചോൻ വിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ. പോണം പ്രിയനേ നീ അടർക്കളത്തിൽ, പടച്ചോൻ വിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ. പെരിയോന്റെ മറന്ന് ചെളിച്ചിടാം ഞാൻ, ഓരോതിരന്നിടും വർഗം കൂടാൻ. പോണം പ്രിയനേ നീ അടർക്കളത്തിൽ, പടച്ചോൻ വിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ. മോദത്തിന്റെ പടക്കളം. 100,000-ഓളം ശത്രുക്കൾ പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ്. ശത്രുവിൻ്റെ അംഗബലം മുസ്ലിം സൈന്യത്തെ തളർത്തിയില്ല. വിശുദ്ധ പതാകയുമേന്തി സെയ്ദ് ബിൻ ഹൈസ് മുന്നിൽ നിന്നും പട നയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാൾ ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, മഹാനവറുകൾക്ക് അപ്രതീക്ഷിതമായി വെട്ടേറ്റു. മഹാനവറുകൾ രക്തത്തിൽ പിഴഞ്ഞ് കുളിക്കുമ്പോഴും ആ വിശുദ്ധ പതാക തന്നെ നെഞ്ചോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന അമരധ്വനി ഉയർത്തിക്കൊണ്ട് ഈ കണ്ട സിംഹത്തെ പോലെ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറി. തലങ്ങും വിലങ്ങും വെട്ടി ശത്രുവിൻ്റെ തല അന്തരീക്ഷത്തിൽ കരിന പോലെ പാറി നടന്നു. വമ്പുറ്റ ജഅഫർ റളിയല്ലാഹു വീര ചാടി ഉയർന്ന് തകർക്കുന്നേ, വള്ളത്തിരു മഹമൂദിന്റെ കൂടെ ഇട്ട് ചവിട്ടുന്നോനാരെടാ. വമ്പുറ്റ ജഅഫർ റളിയല്ലാഹു വീര ചാടി ഉയർന്ന് തകർക്കുന്നേ, വള്ളത്തിരു മഹമൂദിന്റെ കൂടെ ഇട്ട് ചവിട്ടുന്നോനാരെടാ. അമ്പവൻ തന്നൂടെ ദീനിൽ ഉൾക്കൊണ്ട് അല്ലാഹ് പെരിയെന്നോതിടേ. അമ്പമ്പോ അമ്പുകൾ ചീറി വന്നിട്ട് വമ്പരെ നെഞ്ചി പിളർന്നിടേ. വമ്പുറ്റ ജഅഫർ റളിയല്ലാഹു വീര ചാടി ഉയർന്ന് തകർക്കുന്നേ, വള്ളത്തിരു മഹമൂദിന്റെ കൂടെ ഇട്ട് ചവിട്ടുന്നോനാരെടാ. അല്ലാഹ് ഒരു കാബാലികന്റെ വെട്ടേറ്റി കൊണ്ട് മഹാനവറുകളുടെ വലതു കൈയെത്തു. സുബ്ഹാനല്ലാഹ്, അധികം താമസിക്കുന്നതിന് മുമ്പ് ഇടതു കൈക്കും വെട്ടേറ്റു. പകുതി ഛേദിക്കപ്പെട്ട രക്തം മുറ്റുന്ന കൈകൾക്കിടയിലൂടെ ആ വിശുദ്ധ പതാക തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ട് ആ ധീര യോദ്ധാവ് സധൈര്യം നിലകൊണ്ടു. കൈ തുള്ളിയ ശത്രുക്കൾ ചാട്ടുളി എറിഞ്ഞു. ചാട്ടുളിയേറ്റി അദ്ദേഹത്തിൻ്റെ മാറിടം പിളർന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാലാഖമാർക്കൊപ്പം ആ പുണ്യാത്മാവ് സ്വർഗലോകത്തേക്ക് പറന്നുപോയി. 90-ലധികം മുറിവുകളേറ്റ് കൈകൾ രണ്ടും ഒടിഞ്ഞു തൂങ്ങിയിട്ടും തൻ്റെ സ്വപ്നങ്ങളൊക്കെ നാളേക്ക് മാറ്റിവെച്ചിട്ട് പരിശുദ്ധ ദീനിന് വേണ്ടി പോരാടിയ ആ ധീര യോദ്ധാവിനെ ആർക്കാണ് മറക്കാനാവുക? ആർക്കാണ് സഹിക്കാനാവുക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മയ്യത്ത് മയ്യത്ത് മുന്നിൽ വാപ്പ മയ്യത്ത്, യതീമായി തീർന്നു പൂമോൻ ആ നിമിഷം
മയ്യത്ത് മയ്യത്ത് മുന്നിൽ വാപ്പ മയ്യത്ത് യതീമായി തീർന്നു പൂമോൻ ആ നിമിഷം മുതൽ കണ്ണീര് പൊന്നുപ്പ ഇല്ലാണ്ട് ഉമ്മച്ചി വിറവുണ്ട് പെരിയോനെ സങ്കടം കാണാൻ ഈ ദുനിയാവില്ലാരുണ്ട് ഈ ദുനിയാവില്ലാരുണ്ട് മയ്യത്ത് മയ്യത്ത് മുന്നിൽ വാപ്പ മയ്യത്ത് യതീമായി തീർന്നു പൂമോൻ ആ നിമിഷം മുതൽ കണ്ണീര് മൂലത്തിന്റെ പടർക്കളത്തിൽ ചെഞ്ചോറ അർപ്പിച്ച ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊടിക്ക് കീഴിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു കഥാപ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കത്തെ മുത്തിൻ ചരത്തിലായി ജന്നത്തിലെനിക്കൊന്ന് കൂടണം.